കേരളത്തിലെ പ്രധാന റോഡുകളെല്ലാം നല്ല നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കോട്ടയം കടുത്തുരുത്തിയിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. കടുത്തുരുത്തിയിൽ നിന്നും അറന്നൂറ്റുമംഗലം വരെയുള്ള പ്രധാന റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. നാട്ടുകാർ പലതരത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടും റോഡ് ടാർ ചെയ്യാൻ ഇതുവരെ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. അപകടങ്ങളും തുടർക്കഥയായതോടെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് നാട്ടുകാർ. കടുത്തുരുത്തി മണ്ഡലത്തിലെ പ്രധാന റോഡാണ് അറന്നൂറ്റിമംഗലം മുതൽ കടുത്തുരുത്തി മാർക്കറ്റ് വരെയുള്ള റോഡ്. ഈ 6 കിലോമീറ്റർ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് പൈപ്പിടാൻ വേണ്ടി കുത്തിപ്പൊളിക്കുക കൂടി ചെയ്തതോടെ വലിയ ദുരിതമാണ് ഈ നാട്ടിലുള്ളവർ അനുഭവിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് അടക്കം എളുപ്പത്തിലെത്താൻ സാധിക്കുന്ന റോഡ്. 25ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ട്. കടുത്തുരുത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്. എന്നാൽ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ കുഴി കുഴിച്ചു. ഇതോടെ ഇരട്ടിയായി ദുരിതം. ഇപ്പോൾ വാഹനാപകടങ്ങൾ തുടർക്കഥയാണ്. PWD ടെൻഡർ ചെയ്ത് തുക അനുവദിച്ചു എന്നാണ് MLA പറയുന്നത്. പക്ഷേ അതിനോടിടയ്ക്കാണ് വാട്ടർ അതോറിറ്റി പൈപ്പ് മാർക്കറ്റ് ജംഗ്ഷൻ വരെ അറുന്നൂറ്റുമംഗലത്ത് നിന്ന് മാർക്കറ്റ് ജംഗ്ഷൻ വരെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് റോഡ് കീറിയത്. ഇപ്പോൾ ആരുടെ ഭാഗത്തുനിന്ന് കുറ്റം എന്നുള്ളത് നമുക്ക് വിഷയമല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് കടുത്തുരുത്തി മുതൽ അറുന്നൂറ്റുമംഗലം വരെയുള്ള ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ദുരവസ്ഥയിലായിരിക്കുകയാണ് ഇപ്പം നിലവിൽ. ഇതിപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർ മുതൽ മന്ത്രി വരെ അതിനോടിടയ്ക്കുള്ള എല്ലാ ജനപ്രതിനിധികളും ഇതിന് ഉത്തരവാദികളാണ്. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹം മുതൽ മനുഷ്യച്ചങ്ങല വരെ ഇവിടെയുള്ള നാട്ടുകാർ നടത്തി നോക്കി. പക്ഷേ എന്നിട്ടും നമ്മുടെ അധികാരികൾ ഈ പ്രദേശത്തോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയതിൻ്റെ പ്രധാന കാരണം ഇത് റോഡിൻ്റെ പൈപ്പിടലിൻ്റെ പണി തീർന്നിട്ടായിട്ട് 6-7 മാസത്തോളമായി. ഇത് പണി തീർക്കാൻ അതിന് മാത്രം കാലാവധിയൊന്നും വേണ്ടല്ലോ, വേണോ? പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ധാരണ പ്രകാരമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. 5.6 കോടിയോളം രൂപ ഇതിനായി വകയിരുത്തുകയും ചെയ്തു. പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടില്ലെന്നാണ് സ്ഥലം MLA പറയുന്നത്. എന്നാൽ MLA മുൻകൈയെടുക്കുന്നില്ലെന്ന പരാതിയുണ്ട്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം സമരം നടത്തുന്ന ജനങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് ആരോട് പരാതി പറയണമെന്ന് പോലും ഇവിടെയുള്ളവർക്ക് അറിയില്ല. എന്തായാലും എത്രയും വേഗം റോഡ് നന്നാക്കണമെന്ന ഒരാവശ്യം മാത്രമാണ് ഈ നാട്ടുകാർക്ക് ഉള്ളത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. അവരുടെ പ്രശ്നം അധികൃതർക്ക് മുമ്പിലേക്ക് അവർ വെക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. അവർ പറയുന്നത് കൂടി കേൾക്കാം. 5 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താൽ ഒരു 15-20 അടുക്കം കുഴികളുണ്ട്. ഈ കുഴികളിലെല്ലാം നമ്മുടെ സ്ത്രീജനങ്ങൾ വണ്ടി ഓടിക്കുന്നവരുണ്ട്, കുട്ടികൾ പോകുന്നുണ്ട്, പഠിക്കാൻ പോകുന്നവരുണ്ട്, ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ്. പക്ഷേ അപകടങ്ങൾ നടന്നിരിക്കുന്നവർ 6-7 പേർക്ക് വളരെ ഗുരുതരമായ പല്ലുവരെയും പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ വഴിയാണ് ബസ്സുള്ളത്. 5 കിലോമീറ്റർ അപ്പുറം ഉള്ള വഴി ഇതാണ്. ഇതിൽ കൂടിയാണ് ബസ് സർവീസ് ഉള്ളത്. അതുകൊണ്ട് സാധാരണക്കാരെല്ലാവരും ഇവിടെ വന്നേ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ഇതിലെ ആൾക്കാർ ഇപ്പം യാത്ര ചെയ്യാൻ തന്നെ മടിക്കുക. വേറെ വഴിയുണ്ടെങ്കിൽ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് പോവുക. പഞ്ചായത്ത് മെമ്പർ മുതൽ മുകളിലോട്ട് എല്ലാ ജനപ്രതിനിധികളുടെ അടുത്ത് നമ്മുടെ അഭിപ്രായം, നമ്മുടെ ദുരിതം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എന്താ പറയുക, ഇവിടെ നിന്ന് പറയുമ്പോൾ അപ്പുറത്താണ് കുറ്റം, ഇപ്പുറത്താണ് കുറ്റം എന്ന് പറയണം. അല്ലാണ്ട് നമുക്കിത് കാര്യം നടന്ന് കിട്ടുന്നില്ല.